കഴിഞ്ഞ വർഷം ഡിസംബർ 7-നാണ് കാഞ്ഞങ്ങാട് ടൗണിലെ മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ചൈതന്യയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനം മൂലമാണ് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ ദിവസങ്ങളോളം പ്രതിഷേധ സമരം നടത്തിയിരുന്നു. വാർഡനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ചൈതന്യയ്ക്ക് അസുഖമുണ്ടായപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോലും വാർഡൻ തയ്യാറായില്ലെന്നും അസുഖാവസ്ഥയിൽ മാനസിക പീഡനം തുടരുകയായിരുന്നുവെന്നുമാണ് സഹപാഠികൾ ആരോപിച്ചത്. ഇത് താങ്ങാൻ വയ്യാതെയാണ് ചൈതന്യ ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു പരാതി. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പരീക്ഷയ്ക്ക് ശരിയായി തയ്യാറെടുക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥിനി മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പോലീസിനോട് പറഞ്ഞത്. ഈ വാദങ്ങൾ തെറ്റാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. ചൈതന്യയെ ആദ്യം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കോമാവസ്ഥയിലായ പെൺകുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സി മലയാളം ന്യൂസ്, കാസർഗോഡ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.